ലാൽ, ഇതിലൊരു പ്രധാന കാര്യം ഇപ്പോൾ നിജേഷ് സംസാരിച്ചു വന്നതിൻ്റെ അവസാന ഭാഗത്തുണ്ടായിരുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സ്വാഭാവികമായി മറുപടി പറഞ്ഞു, രാഷ്ട്രീയമായി തന്നെ മറുപടി പറയാം. ഇത് ഒരു ആരോപണമായി പ്രശ്നമായി ഉന്നയിച്ച പ്രതിപക്ഷം ഇതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞു. ഒന്ന്, ടെൻഡർ വിളിക്കാതെയാണ് ഇത് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് സാങ്കേതികമായി തന്നെ തള്ളപ്പെട്ടു. ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടാട്ടമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകളെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാനോ ഒന്ന് സംശയിപ്പിക്കാനോ കഴിയുന്ന ഒന്നാണ് ജലചൂഷണം എന്നുള്ളത്. പ്രത്യേകിച്ച് ആ ഭാഗത്ത് ഇപ്പോൾ കണ്ടില്ലേ, നിജേഷ് അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സാധ്യതകളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ഭൂഗർഭ ജലചൂഷണം സംഭവിച്ചാലാണ് ആ പ്രശ്നം. പക്ഷേ ഈ കരാറിലും ഈ നാട് ഭരിക്കുന്ന സർക്കാരും ഉത്തരവാദിത്തത്തോടെ ഒരു നാടിനോട് ആ നിലയിൽ സംഭവിക്കില്ല, ഭൂഗർഭ ജലചൂഷണം ഉണ്ടാകില്ല, ആ നിലയിലല്ല അതിലെ വ്യവസ്ഥ എന്ന് ഒരു സർക്കാർ സഭയ്ക്കകത്തും അല്ലാതെയും ജനങ്ങളോട് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് വിശ്വസിക്കാതിരിക്കാൻ സ്വാഭാവികമായും രാഷ്ട്രീയമായി അവർക്ക് അതേ തരമുള്ളൂ. പക്ഷേ നാടെന്താണ് മുഖവിലക്കെടുക്കേണ്ടത്? പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെ ആ നിലയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ, അതോ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് നിജേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയോ? ലാലിലേക്ക്, ലാൽകുമാർ. നോക്കൂ, ഇവിടെ നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം സംസാരിക്കുന്ന ഏറ്റവും വലിയ വേദി അത് നിയമസഭയാണ്. ആ നിയമസഭയിൽ സുവ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലചൂഷണം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ആ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? നോക്കൂ, സംസ്ഥാനത്തെ ജനതയോട് സംസ്ഥാനത്തെ ജനത തന്നെ തിരഞ്ഞെടുത്ത ഒരു നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു, അദ്ദേഹം നിയമസഭയിൽ പറയുന്നു ഇന്നതാണ് പ്രശ്നം. കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ പാലക്കാട് ജനങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ. ആ കൺഫ്യൂഷൻസ് ദൂരീകരിക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ ആശങ്ക കൂടുതൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് തുരങ്കം വെക്കുക എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. അതല്ലേ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് ഉപയോഗിക്കത്തില്ല എങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇതിനകത്തെ വിഷയം? നമുക്ക് ഇവിടുന്ന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതും മറ്റ് കാര്യങ്ങളിലേക്കും പോകുന്നു അവോയ്ഡ് ചെയ്യരുതോ? അപ്പോൾ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു കാര്യമാണ്. ആ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? ഒന്നത്. രണ്ട്, ഈ മദ്യശാല അല്ലെങ്കിൽ ഈ പറയുന്ന നിർമ്മാണ ബ്രൂവറി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇവിടെ LDFൻ്റെ നയം എല്ലാവരെയും കള്ളു കുടിപ്പിച്ച് കിടത്തുക എന്നുള്ളൊരു ധാരണ, അത് ആ ഫോൾസ് നറേറ്റീവാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണിത്. ഇങ്ങനെ ഫോൾസ് നറേറ്റീവ് ഉണ്ടാക്കുക തന്നെയാണ് കുറേ നാളുകളായി ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, താങ്കൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി പ്രതിപക്ഷത്തിന് തെളിയിക്കാൻ പറ്റിയ എന്തേലും ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലായ്പ്പോഴും ഈ പറയുന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ, ആശങ്ക ജനങ്ങളിൽ പടർത്തുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറയും. ഇത് തന്നെ ഗെയിൽ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ദേശീയപാത വികസനത്തിൻ്റെ കാര്യമാണെങ്കിലും ഓരോ വിഷയത്തിലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ വിഷയം കേരളയിലാണ്. നോക്കൂ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ് കേരളത്തിലെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വെൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ ലോകം മൊത്തം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് യാത്ര ചെയ്യത്തക്ക രീതിയിലൊരു സംവിധാനം കേരളയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പീഡ് റെയിൽ അങ്ങനെ എടുക്കൂ. അത് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചൊന്നും പറയാതെ, ഡിമെറിറ്റ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവും, ആ ഡിമെറിറ്റ്സിനെ കുറിച്ച് പറയാതെ പദ്ധതികൾക്ക് തുരങ്കം വെക്കുക. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പം ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യുന്നു, ഇപ്പം വികസനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഉള്ള ഭാഗത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്ത് വികസനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന്. അത് വ്യക്തമായി മനസ്സിലാവും. ഇങ്ങനെ ഒരു കാര്യം അനുഭവിച്ചറിയുമ്പോഴേ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ ആ മാനം അറിയാൻ പറ്റൂ. അതുവരെ അവർക്കത് അറിയാൻ പറ്റില്ല. അതുവരെ തുരങ്കം വെക്കാനും അതുവരെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഇവർ വിചാരിച്ചാൽ പറ്റും. അതാണ് ഇവർ വ്യക്തമായി. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞത് തങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, അധികാരമില്ലാതെ ഇനിയും തുടരാൻ പറ്റില്ല. അപ്പം അധികാരമില്ലാതെ തുടരാൻ പറ്റാത്ത ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുന്നണിയോ ആയി UDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞതല്ലല്ലോ. അപ്പം ഈ അധികാരത്തിലേക്ക് എത്താൻ എന്തൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഈ സംസ്ഥാനത്ത് ഇനി വരാൻ പോകും? ഞാൻ കഴിഞ്ഞ വർഷത്തെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയുടെ അവസാന കാലത്ത് ഞാൻ ഇതേ വരി ശരത്തിയായിട്ടോട് പറഞ്ഞതാണ്.
ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ പ്രചരണം അല്ലെ നുണപ്രചരണങ്ങളുടെ വലിയൊരു ഘോഷയാത്ര തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ശരി. ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ ഓക്കെ, ഇതുപോലെ കള്ളപ്രചരണത്തിൻ്റെയും ദുഷ്പ്രചരണത്തിൻ്റെയും ഘോഷയാത്രകൾ വന്നുകൊണ്ടിരിക്കും. അതിനെ വസ്തുതാപരമായി പൊളിക്കേണ്ടത് നമ്മുടെ ദൗത്യമായി മാറുന്നു മാത്രം. റൈറ്റ്.